ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഡൽഹി മദ്യനയ കേസിൽ ഇന്ന് അപ്രതീക്ഷിതമായ ഒരു ക്ലൈമാക്സ് ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്ന ആ കേസ് ഇന്ന് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. വെറുതെ തള്ളുകയല്ല, ഇവർക്കെതിരെ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് CBIയുടെ മുഖത്ത് നോക്കി ചോദിച്ചുകൊണ്ടാണ് കോടതി ഇന്ന് വിധി പുറപ്പെടുവിച്ചത്. എന്തായിരുന്നു ഈ കേസ്? ഡൽഹിയിലെ പുതിയ മദ്യനയം കൊണ്ടുവന്നതിൽ 100 കോടിയുടെ അഴിമതി നടന്നു എന്നതായിരുന്നു CBIയുടെ ആരോപണം. ഈ കേസിന്റെ പേരിൽ കെജ്രിവാൾ 156 ദിവസവും മനീഷ് സിസോദിയ 530 ദിവസവുമാണ് ജയിലിൽ കിടന്നത്. മുഖ്യമന്ത്രി പദം പോലും കെജ്രിവാളിന് ഇതിനിടയിൽ ഒഴിയേണ്ടി വന്നു. എന്നാൽ ഇന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതി വിധി പറഞ്ഞപ്പോൾ CBI അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി പോയി എന്ന് വേണം പറയാൻ. ആയിരക്കണക്കിന് പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചിട്ടും കെജ്രിവാളിനോ സിസോദിയയ്ക്കോ എതിരെ ഒരു തെളിവിന്റെ കണിക പോലും ഹാജരാക്കാൻ CBIക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് കോടതി നിരീക്ഷിച്ചു. വിധി കേട്ട ശേഷം കോടതിയിൽ വെച്ച് കെജ്രിവാൾ വികാരാധീതനായി പൊട്ടിക്കരഞ്ഞു. സത്യം ജയിച്ചു എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. കോടതിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് എത്തിയ കെജ്രിവാളിനെ ഭാര്യ സുനിത കെട്ടിപ്പിടിച്ചാണ് സ്വീകരിച്ചത്. ആ കാഴ്ച കണ്ടുനിന്നവരെ എല്ലാം ഈറനെണീക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് കെട്ടിച്ചമച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു ഇതെന്നാണ് കെജ്രിവാൾ ആരോപിക്കുന്നത്. തന്റെ ജീവിതത്തിൽ സമ്പാദിച്ച ഏക സമ്പാദ്യം എന്നത് സത്യസന്ധത മാത്രമാണെന്നും അത് തെളിയിക്കപ്പെട്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേവലം കെജ്രിവാളിനെ മാത്രമല്ല, തെലങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കെ കവിത അടക്കം ഈ കേസിലുണ്ടായിരുന്ന 23 പേരെയും കോടതി കുറ്റവിമുക്തരാക്കി. ഇതിലും വലിയൊരു തിരിച്ചടി CBIക്ക് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, തെളിവില്ലാത്ത കേസിൽ ഇതുവരെ കുടുക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്താനും കോടതി ഉത്തരവിട്ടു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ഈ വിധി വലിയ കരുത്ത് നൽകുകയാണ്. വരാനിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ BJPയെ നേരിടാൻ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ച ഏറ്റവും വലിയ ആയുധമാണ് ഈ കോടതി വിധി. അഴിമതിക്കാരൻ എന്ന ലേബൽ ഒട്ടിച്ച് കെജ്രിവാളിനെ തകർക്കാൻ നോക്കിയവർക്ക് മുന്നിൽ കോടതി തന്നെ ഇവർ സത്യസന്ധരാണ് എന്ന് മുദ്ര കുത്തിവിട്ടിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്നത് കെജ്രിവാൾ 2.0 ആയിരിക്കും. രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ നോക്കിയവർക്ക് മറുപടി നൽകാൻ കെജ്രിവാൾ കൂടുതൽ കരുത്തോടെ മടങ്ങിയെത്തുന്നു എന്നതാണ് ഈ വാർത്തയുടെ സാരം. കുറച്ച് രംഗങ്ങൾ കൂടി കണ്ടു നോക്കാം. मैंने केवल अपनी जिंदगी में ईमानदारी कमाई है। 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है। हो गया संभालिए सर, अपने आप संभालिए, हिम्मत सर, हिलाओ मत भाई। ये केजरीवाल भ्रष्ट नहीं है। मैंने केवल अपनी जिंदगी में ईमानदारी कमाई है। इन्होंने झूठा केस लगाया और आज ये साबित हो गया। कोर्ट ने कहा है कि केजरीवाल कट्टर ईमानदार है, मनीष सिसोदिया कट्टर ईमानदार है, आम आदमी पार्टी कट्टर ईमानदार है।